ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി തേവര പണ്ഡിറ്റ് കർപ്പൻ ഓപ്പൺ സ്റ്റേജും തേവര സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനവും. തേവര മേഖലയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഒരിടമായി ഇവിടെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ മാസവും സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം ആരാധ്യനായ നമ്മുടെ കൊച്ചി മേയർ എം അനിൽകുമാർ നിർവഹിക്കുന്നതാണ്. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് നമ്മുടെ ഡിവിഷൻ കൗൺസിലർ PR റനീഷ് അങ്കിളാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PR റനീഷ് അങ്കിളിനെ ക്ഷണിച്ചോളുന്നു. നമ്മുടെ തേവര പണ്ഡിറ്റ് കർപ്പന്റെ തേവര എന്ന് പറയുമ്പോൾ പണ്ഡിറ്റ് കർപ്പന്റെ പേരാണ് നമുക്ക് പൊതുവിൽ വരുന്നത്. ആ പേരിൽ തന്നെ ഒരു സ്റ്റേജ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. കൊച്ചി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിലാണ് ഇത് പൂർത്തീകരിച്ചത്. ഈ സ്റ്റേജ് വാസ്തുപരമായ സാധാരണ വ്യത്യസ്തമായി ഉള്ള രീതിയിലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്റ്റേജ് കോർപ്പറേഷന്റെ ഏതാണ്ട് രണ്ടാമത്തെ സ്റ്റേജാണ് നമ്മുടെ നഗരസഭയിലുള്ളത്. പലരും ചോദിച്ചു ഇത് ഇത്രയും വേണമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പണ്ഡിറ്റ് കർപ്പന്റെ നാമത്തിൽ ഒരു സ്റ്റേജ് സാധാരണ വ്യത്യസ്തമായിരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. മറ്റു കാര്യങ്ങളിൽ നടക്കുന്നില്ല. അതിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തേവര സാംസ്കാരിക കേന്ദ്രത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ടുള്ള തേവര സാംസ്കാരിക കേന്ദ്രത്തിന്റെ കൺവീനറും മികച്ച വയലിൻ വിദ്വാനും കൂടിയായിട്ടുള്ള ആണല്ലോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാധാകൃഷ്ണനെ സാദരം ക്ഷണിക്കുന്നു. PR റനീഷ്, ആരാധ്യനായ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ നാട്ടുകാരെ, തേവര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും പണ്ഡിറ്റ് കർപ്പൻ ഓപ്പൺ സ്റ്റേജിൻ്റെയും ഉദ്ഘാടനം നടത്തുന്ന ഈ വേദിയിലേക്ക് ആദ്യമായി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യട്ടെ. തേവരയിലെ സമീപ പ്രദേശങ്ങളിലെയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടി ഒരു വേദി, ഒരു സ്ഥിരം വേദി ജനങ്ങൾക്കും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. PKM വായനശാല പ്രസിഡന്റ് ശ്രീ മാത്യു പീറ്റർ മാഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PPCS പ്രസിഡന്റ് ശ്രീ ശിവപ്രസാദിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കൂടാതെ നമ്മളുടെ എല്ലാമായ മുൻ കൗൺസിലർ ശ്രീമതി എലിസബത്ത് ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കട്ടെ. അല്ലെങ്കിൽ മാസത്തിൽ ഒരു പരിപാടി, ഒരു സാംസ്കാരിക പരിപാടി തുടങ്ങി പിന്നെ അത് ആഴ്ചയിലോ അങ്ങനെ നമ്മുടെ സൗകര്യം പോലെയുള്ള നല്ല പരിപാടികൾ നമ്മളുടെ ഇടയിൽ തന്നെയുള്ളവരുടെയും പുറത്തുനിന്നുള്ളവരുടെയും സഹകരണത്തോടുകൂടി നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മുൻപ് ഒരു 10 വർഷത്തിനുള്ളിൽ ഈ തേവര പ്രദേശത്തെ അല്ലെങ്കിൽ തേവര സമീപ പ്രദേശത്ത് ഈ കേന്ദ്രത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കലാകാരികളും കലാകാരന്മാരും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൂടാതെ ഇന്നത്തെ ഈ ഉദ്ഘാടന ദിവസത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള ആലങ്ങാട്ടമ്മ പെരിഞ്ഞാല ആലങ്ങാട്ടമ്മ ടീമിൻ്റെ പ്രവർത്തകർക്കും ലാഫ്യ സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികൾക്കും
സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധികം പ്രസംഗിക്കില്ല, കാരണം 2-3 കാര്യങ്ങളായിട്ടുണ്ട്. ഒന്ന് മേയർക്ക് വളരെ കൃത്യസമയത്ത് തന്നെ എത്തി, അദ്ദേഹത്തിന് അടുത്ത പരിപാടിയുണ്ട്. മാത്രമല്ല നമുക്ക് 2 പ്രോഗ്രാമാണെന്നുള്ളത്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ ഈ തേവരയിലെ നൃത്തം പഠിക്കുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഉള്ള ലാസ്യ ഗ്രൂപ്പിന്റെ നൃത്തവേദിയുടെ നൃത്തവും, തുടർന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആലിംഗരമ്മ എന്ന ടീമിന്റെ കൈകൊട്ടികളിയും തെയ്യവും തിരുവാതിരയും എല്ലാം ഏതാണ്ട് 10 മണി വരെ ഉള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ ഡിവിഷനിൽ തുടർച്ചയായി 2-3 പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൊന്നാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തേവരയുടെ ഒരു ചരിത്രമുണ്ട്. തേവര പെരുമാനൂർ പ്രദേശത്തിന് കലാകാരന്മാരുടെ വലിയൊരു കൂട്ടായ്മയും ചരിത്രമുള്ള പ്രദേശമാണ്. ഇപ്പൊ ഞങ്ങള് കണ്ടത്, നമുക്ക് പല മേഖലകളും നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കോർപ്പറേഷൻ എന്ന നിലക്ക് കൊച്ചി നഗരസഭ ഒട്ടനവധി പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, മാലിന്യത്തിൽ വലിയ മാറ്റം വന്ന ഒരു നഗരസഭയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ നഗരസഭ അധികാരത്തിലെത്തിയത്. കോവിഡ് കാലമായിരുന്നു. ഒരു സീറ്റിൽ പോലും ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത കാലത്താണ് നഗരസഭയിൽ മേയറും ഞങ്ങളും എല്ലാം അധികാരത്തിൽ വന്ന സമയം. ഇപ്പോൾ ഒരു 2 വർഷക്കാലം അതിന്റെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള ആ മാറ്റങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ കലയ്ക്ക് ഒരു പ്രധാനം അഡ്വക്കേറ്റ് എം അനിൽകുമാർ മേയറായി വന്നതിന് ശേഷം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആർട്ട് സ്പേസ് എന്ന് പറഞ്ഞൊരു ഇടം നമുക്ക് കോർപ്പറേഷനുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മേഖല എന്ന നിലക്ക് നമ്മൾ ഇവിടെയും തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുണ്ട്. ആ വായനശാലയും പ്രത്യേക സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്കും കൂടി ആലോചിച്ച് ഇന്ന് കാണുന്ന നമ്മുടെ സാമൂഹ്യ വിപത്തുകൾക്ക് എതിരെയുള്ള ഒരു പോരാട്ടമായി കലയെ വാർത്തെടുക്കുകയും കലാവാസനയും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നഗരസഭ എന്ന നിലക്ക് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതിനൊരു ഇടം ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്. ആ ഒരു ഇടമായി ഈ സ്ഥലം നമ്മൾ മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഒരു കലാപരമായ ഒരു കാഴ്ചപ്പാട് ഈ വേദിക്ക് ഉണ്ടാകണം എന്ന നിലക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു വേദി. ഏതാണ്ട് 8 ലക്ഷം രൂപ ചെലവാണ് നമ്മളിതിൽ കഴിഞ്ഞിട്ടുള്ളത്. നല്ല എക്സ്പെൻസ് അത് പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിഞ്ഞു. കോൺട്രാക്ടറിനോട് വഴക്കിട്ടിരിക്കുകയാണ്, കുറച്ച് പൈസ കൂടി വേണമെന്ന് പറയാൻ നടക്കില്ല എന്ന് ഞാനും പറഞ്ഞു. പരമാവധി നമ്മുടെ ഒരു ഐഡിയയും നഗരസഭയുടെ ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ലേഡി ആയ ദിവ്യ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. പൂർണ്ണമായും ഓട് തന്നെയാണ് വിരിച്ചത്. ഷീറ്റ് പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയെല്ലാം ചില കാര്യങ്ങൾ ഈ നമ്മുടെ സാംസ്കാരികത്തിൻ്റെതായ ഒരിടമായി മാറ്റാൻ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊരു പേര് കൊടുക്കണം എന്നാലോചിച്ചപ്പോൾ പണ്ഡിറ്റ് കറുപ്പിന്റെ പേരല്ലാതെ തേവരയിൽ മറ്റൊരു പേരും ഈ സ്റ്റേജിന് ഇത് കൊടുക്കാൻ നമുക്ക് ചർച്ചയിൽ വന്നില്ല. അങ്ങനെ തേവരയിൽ പണ്ഡിറ്റ് കറുപ്പിന്റെ നാമധേയത്തിലുള്ള ഓപ്പൺ സ്റ്റേജ് ആണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം നവോത്ഥാന പോരാട്ടങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയേണ്ടതില്ല. കായൽ സമരം ഉൾപ്പെടെ നടത്തി താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അധസ്ഥിത വർഗത്തിന് വേണ്ടി പോരാടിയ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന പണ്ഡിറ്റ് കറുപ്പിന്റെ ഓർമ്മകളും ഒട്ടനവധി നിൽക്കുന്ന ഒരിടം കൂടിയാണ് കൊച്ചി. അതിൽ തേവര മാത്രമല്ല, പള്ളുരുത്തിയിലും ചേരാനൂരും എല്ലാം അദ്ദേഹത്തിന്റെ പേരുകളുണ്ട്. പക്ഷേ കൊച്ചി കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം, പള്ളുരുത്തിയിലും ഇടക്കൊച്ചിയിലും ഇവിടെയും ഒരു പ്രത്യേകമായി ഈ നവോത്ഥാന നായകൻ എന്ന നിലയ്ക്കുള്ള ഒരു മുൻ തൂക്കം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ മേയർ ഒരു 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 പ്രഖ്യാപനം ഇവിടെ നടത്തുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് വായനശാല എന്നോട് ഈ കൗൺസിലറായി വന്നപ്പോൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മേയർ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് അവതരിപ്പിക്കുകയും അതിൽ ആ തീരുമാനം എടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ തന്നെ നിങ്ങൾക്ക് കേൾക്കാം എന്താണ് ആ പ്രഖ്യാപനം എന്നുള്ളത്. കാരണം പുതുതലമുറ ഒരു പക്ഷേ നവോത്ഥാന കാലഘട്ടത്തിലെ നവോത്ഥാന നേതാക്കന്മാർ ഈ കേരളത്തിന് തന്ന സംഭാവനകൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരു പരിധി വരെ പുതിയ കാലഘട്ടത്തിലെ തലമുറകൾ
അപ്പോൾ പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്കും നമുക്കും ഇങ്ങനെയുള്ളവരെ പഠിക്കാൻ നമുക്ക് ഒരു ഇടവും ഒരു കാഴ്ചപ്പാടും ഉണ്ടാകണം. എന്താണ് ആ കാഴ്ചപ്പാടെന്ന് മേയറോട് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഗരസഭയുടെ അവസാന കാലാവധി കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടനവധി വികസനങ്ങൾ നഗരസഭ നടപ്പാക്കുന്നുണ്ട്. തേവരയിൽ ഇപ്പോൾ അടുത്ത സന്തോഷപൂർവ്വം നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ്റെ നാമധേയത്തിലുള്ള ഈ സ്റ്റേജ് ഈ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, തേവരയിൽ ഒരുപാട് വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്, കേരളത്തിലെ ആദ്യത്തെ നഗരാരോഗ്യ കേന്ദ്രം നമ്മൾ സ്ഥാപിച്ചത് തേവരയിലാണ്. ഇപ്പോഴും പ്രവർത്തിക്കില്ലേ? 5 ഡോക്ടർമാരും രോഗികളുണ്ടോ? എന്തിനിങ്ങനെ രോഗികളാവണം? കുറച്ച് പേര് പോയാൽ മതി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട നേട്ടമാണ്. പൊതുവിൽ കൊച്ചിയിൽ വന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്കും വന്നിട്ടുണ്ട്. റോഡെല്ലാം BMDC ആണ് അല്ലേ, ഒഴുകിപ്പോവാം. നല്ല ഒന്നാം തരം LED ലൈറ്റായി. നമ്മുടെ MLA ഭാഷ പറഞ്ഞാൽ, പുള്ളി പണ്ട് കൗൺസിലിൽ പറഞ്ഞ പോലെയാണ്, കോഴി കൂട്ടിക്കയറൂല എന്ന മട്ടിലാണ് നമ്മുടെ LED ലൈറ്റിന്റെ പ്രകാശം. പഴയ ലൈറ്റിന്റെ പ്രകാശം അല്ലല്ലോ. പരിപാടി നടത്തണമെങ്കിൽ താൽക്കാലികമായ സ്റ്റേജ് കെട്ടിയുണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് പേര്, ഏറ്റവും നല്ലത് ആ ഒരു ഹോളിൽ നടത്തുന്നതിനേക്കാൾ ഇതുപോലുള്ള ഓപ്പൺ എയറിൽ പ്രോഗ്രാം നടത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേജിൽ ഇങ്ങനെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ഓപ്പൺ സ്റ്റേജ് വളരെ ഭംഗിയുള്ളതാണ്, വളരെ പ്രയോജനപ്പെടുന്നതാണ് എല്ലാവർക്കും. ഇത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാംസ്കാരിക കേന്ദ്രവും രണ്ടും കൂടി ആയപ്പോൾ എല്ലാ ദിവസവും ഇവിടെ എനിക്ക് തോന്നുന്ന മാസത്തിലൊന്നല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെച്ച് ഇവിടെ കലാപരമായ പരിപാടികൾ നടത്തണമെന്നാണ് എൻ്റെയും ആഗ്രഹം. കാരണം എനിക്ക് തേവരയിലെ ആൾക്കാരെ അറിയാമല്ലോ, എല്ലാവരും കലാപരമായ കഴിവ് ഈ പറയുന്ന ഈ പ്രായമായ 90 വയസ്സായവർക്ക് തുടങ്ങി ഈ 5 വയസ്സായവർക്ക് വരെ ഇവിടെ കലാപരമായ കഴിവുള്ളവരാണ് ഈ തേവരയിലെ എല്ലാവരും. ആ കാര്യത്തിൽ എന്നും ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. തേവര, എൻ്റെ തേവര എന്ന് പറയുമ്പോൾ, ആ തേവരയിലെ ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ കലാപരമായ കഴിവുള്ള നമ്മുടെ തേവരയ്ക്ക് ഇതുപോലൊരു സാംസ്കാരിക കേന്ദ്രം വളരെ അത്യാവശ്യമാണ്. അത് ഇപ്പോൾ നമുക്ക് പ്രാവർത്തികമായിരിക്കുകയാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ കൊച്ചി നഗരസഭയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട റെനീഷിനും എല്ലാവിധ അനുമോദനങ്ങളും നൽകിക്കൊണ്ട് ഈ സാംസ്കാരിക കേന്ദ്രത്തിനും നമ്മുടെ ഓപ്പൺ സ്റ്റേജിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശിവപ്രസാദ് അങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വൈകിയാണെങ്കിൽ ഇനി ഒരു പ്രസംഗത്തിന് സ്കോപ്പില്ല. എല്ലാവരും അക്ഷമരായിരിക്കണം. നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡാൻസിൻ്റെ നമ്മുടെ പ്രദേശത്തെ കുട്ടികളുടെ ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പെരിഞ്ഞലം ആലിംഗലമ്മയുടെ അവരുടെ പ്രോഗ്രാമും ഉണ്ട്. അതുകൊണ്ട് ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കിടക്കുകയാണ്. നമ്മുടെ ഈ ഓപ്പൺ സ്റ്റേജിൻ്റെയും കലാ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നത്. അതിന് ഇനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഹായവും പിന്തുണയും ആവശ്യമാണെന്ന് നമ്മുടെ പ്രാസംഗികൻ തന്നെ പറഞ്ഞു. നമുക്ക് തുടർച്ചയായി ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് വിപുലമായ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. അത് തുടർന്ന് വരും. ഇപ്പോൾ ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ കൗൺസിലറായിട്ടുള്ള PR റനീഷാണ്. അദ്ദേഹം
കഴിഞ്ഞ 14 വർഷമായി നമുക്കൊപ്പം ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധ്യനായ മേയറാണ് ഈ ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം Sorry,